3 ഇഞ്ച് വീതിയിലുള്ള പട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത്. കൂടിൻ്റെ ഡോറ് മുകളിലേക്ക് തുറക്കുന്ന രീതിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലേക്ക് തുറക്കുന്ന രൂപത്തിലും ഈ ഡോറ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ മോഡലാക്കാൻ വേണ്ടി ഒന്ന് ഫിറ്റ് ചെയ്തു മാത്രം. മുമ്പിൽ 2 അറകളുണ്ട്. ആ 2 അറയുടെയും ഡോറ് ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടിൻ്റെ മുകളിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഷീറ്റ് മാത്രമേ മുകളിൽ കൊടുത്തിട്ടുള്ളൂ. കൂടിൻ്റെ മുകളിൽ പട്ടിക അടിച്ചിട്ടില്ല. ഈ പട്ടികക്കും ബദലായിട്ട് ഈ ഷീറ്റ് ഇവിടെ നിൽക്കും. ഇവിടെ ഷെൽഫ് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഷീറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ഒരു വിടവും ഉണ്ടാവുകയില്ല. ഇഴജന്തുക്കളൊന്നും ഇതിൻ്റെ ഉള്ളിലൂടെ കടക്കുകയുമില്ല. ഇവിടെ ഷെൽഫ് സ്ക്രൂ അടുത്തടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അലൂമിനിയം ഷീറ്റാണ്. പെട്ടെന്ന് തുരുമ്പി പിടിക്കുകയില്ല. ഇത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. നല്ല വെയിലുള്ള സ്ഥലത്താണ് കൂട് വെക്കുന്നതെങ്കിൽ ഈ ഷീറ്റിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഓലകളൊക്കെ വെട്ടിയിട്ട് കൊടുത്താൽ ചൂടിന് വളരെ കുറവുണ്ടാകും. വെയിലില്ലാത്ത സ്ഥലത്താണ് കൂട് വെക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കൂടിൻ്റെ ഉൾഭാഗമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഉൾഭാഗം ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ സൈഡിലൊന്നും പട്ടിക മുകളിലേക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ഈ കൂടിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ സുഖമാണ്. കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു തകിടിൻ്റെ പീസ് ഒരു പട്ടികയുടെ മുകളിൽ അടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൂടിൻ്റെ ഡോറ് തുറന്ന് ഇതുപോലെ കോഴിക്കാട്ടമൊക്കെ നല്ലവണ്ണം വടിച്ചെടുത്ത് കൂട് നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ വക്കുകളൊന്നും കൊടുക്കാതെ ഈ കൂട് നിർമ്മിച്ചിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ഒരു 6 കോഴികളെ വളർത്താൻ പറ്റിയ അല്പം വ്യത്യസ്തമായ ഒരു ചെറിയ കിടിലൻ കൂട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 3 ഇഞ്ച് വീതിയിലുള്ള പട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂട് നിർമ്മിക്കുന്നത്. ഒരു 8 കോഴികളെ നമുക്കിതിൽ ഇടാൻ പറ്റും. ഇതിൻ്റെ അളവും കാര്യങ്ങളും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇത് കൂടിന് വേണ്ട 4 ലെഗുകളാണ്. ഇതിൽ 2 എണ്ണം 25 ഇഞ്ചും 2 എണ്ണം 24 ഇഞ്ചുമാണ്. സ്ക്വയർ ആയിട്ടുള്ള ലെഗ് കിട്ടാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ കുറച്ച് വീതിയുള്ള ലെഗ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ആയിട്ടുള്ള മരം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തതുകൊണ്ടാണ് തൽക്കാലം ഇത് ലെഗാക്കുന്നത്. ഇതിൽ 2 എണ്ണം 24 ഇഞ്ചാണ്, മറ്റേ 2 എണ്ണം 25 ഇഞ്ചാണ്. ഇതിൽ 2 എണ്ണം 24 ഇഞ്ച് എടുക്കാൻ കാരണം നമ്മുടെ കോഴിക്കൂടിന് കുറച്ച് വാർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കോഴിക്കൂടിൻ്റെ ബാക്കിൽ വരുന്ന പട്ടികകൾ അടിച്ച് ശരിയാക്കണം. 50 ഇഞ്ച് നീളത്തിലാണ് കോഴിക്കൂട് ഉണ്ടാക്കുന്നത്. പഴയ മരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോഴിക്കൂട് ഉണ്ടാക്കുന്നത്. 19 ഇഞ്ച് ഹൈറ്റിലാണ് ഈ കൂടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടിൻ്റെ ബാക്ക് വശത്തേക്കാണ് വാർച്ച കൊടുക്കുന്നത്. അപ്പോൾ 24 ഇഞ്ചിൻ്റെ 2 കാലെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ വെച്ച് ആണി അടിക്കണം. ഗായ്സ്, അങ്ങനെ കോഴിക്കോടിൻ്റെ ബാക്ക് ഭാഗം റെഡി ആയിട്ടോ.
ഇനി നമുക്ക് മുമ്പിലെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിന് 25 ഇഞ്ചിൻ്റെ 2 കാലെടുത്തിട്ടുണ്ട്. അതുപോലെ 50 ഇഞ്ച് നീളത്തിലുള്ള 2 പട്ടികയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാല് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. ശേഷം ഈ കാല് ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇപ്പോൾ കോഡിൻ്റെ മുമ്പിലെ ഫ്രെയിം റെഡിയായി. ഇനി നമുക്ക് ഈ 2 ഫ്രെയിമുകളും ജോയിൻ ചെയ്യണം. അതിന് നമ്മൾ 20 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പട്ടികകൾ ഈ കോഡിൻ്റെ 2 വശത്തും അടിച്ചു കൊടുക്കണം. ഈ ഭാഗം കോഡിൻ്റെ ഉൾവശത്തേക്ക് ആക്കുക. ഇത് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഈ കാലുള്ള ഭാഗം പുറം ഭാഗത്തേക്ക് ആക്കി വെക്കുക. ശേഷം ഈ സൈഡിലേക്ക് കട്ട് ചെയ്ത് വെച്ച 20 ഇഞ്ചിൻ്റെ പട്ടിക ഇതുപോലെ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തും ഒരു പട്ടിക അടിച്ചു കൊടുക്കുക. ഈ അടിച്ചതുപോലെ താഴോട്ട് ഇപ്പുറത്തും അപ്പുറത്തും ഓരോ പട്ടിക അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കൂടിൻ്റെ ഈ ഭാഗത്തുള്ള എല്ലാ പട്ടികളും അടിച്ചു കഴിഞ്ഞു. ഇവിടെ 3 ഇഞ്ച് വീതിയിലുള്ള 1, 2, 3, 4, 5, 6 പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടിൻ്റെ ഇപ്പുറത്തുള്ള പട്ടികയും അടിച്ചു കഴിഞ്ഞു. ഇവിടെയും 1, 2, 3, 4, 5, 6 3 ഇഞ്ച് വീതിയിലുള്ള 6 പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പട്ടിക അടിക്കുന്ന സമയത്തൊരു കാര്യം നാം ശ്രദ്ധിക്കണം. ആദ്യം മുകളിലത്തെ പട്ടിക അടിക്കണം. അതിനുശേഷം ഏറ്റവും താഴെ പട്ടിക അടിക്കണം. അല്ലാതെ ഈ പട്ടിക അടിച്ചു അതിന് താഴെയുള്ള പട്ടിക അടിച്ചു ഇങ്ങനെ അടിച്ചു വന്നാൽ താഴെ എത്തുമ്പോഴേക്കും ഈ കാല് ഒന്നുകിൽ അടുത്ത് വരും അല്ലെങ്കിൽ അകന്നു പോകും. അപ്പോൾ റെഡിക്കുള്ള അളവിൽ നമുക്ക് അടിക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യം മുകളിലത്തെ പട്ടിക അടിക്കുക, അതിനുശേഷം താഴെയുള്ളത് അടിക്കുക, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള പട്ടികയൊക്കെ അടിക്കുക. പിന്നെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പട്ടിക അടിച്ചതിന് ശേഷം ഈ പട്ടിക അടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഓരോ പട്ടികയുടെയും സ്പേസ് കറക്റ്റാണോ എന്ന് നോക്കണം. അതായത് ഈ പട്ടിക എവിടെയെങ്കിലും അടിച്ചാൽ ഈ പട്ടികകളൊക്കെ അടിക്കുന്ന സമയത്ത് ഇവിടെ കുറേ വിടവ് ഉണ്ടാവും. ചിലപ്പോൾ ഈ പട്ടിക ഇവിടെ കൊള്ളുകയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ പട്ടിക അടിച്ചതിന് ശേഷം ഇവിടെ അടിക്കാനുള്ള ഓരോ പട്ടികയും ഇതുപോലൊന്ന് വെച്ച് നോക്കുക. അതിനുശേഷം ഈ പട്ടിക എവിടെയാണോ വരുന്നത് ആ സ്ഥലത്ത് അടിച്ചാൽ പിന്നെ ഈ പട്ടിക ഓരോന്നും കൃത്യമായിട്ട് നമുക്കിവിടെ അടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറുവശത്തും ചെയ്യുക. ഇനി കൂടിൻ്റെ അടിഭാഗത്തുള്ള പട്ടിക അടിക്കണം. അതിന് ഈ കൂടൊന്ന് മറിച്ചിടണം. ഈ കൂടിൻ്റെ അടിയിലെ പട്ടിക നമ്മൾ അടിക്കുന്നത് ഇതുപോലെ ബാക്ക് വശത്തുള്ള പട്ടികയുടെ അടിയിലും മുൻവശത്തുള്ള പട്ടികയുടെ മുകളിലുമായിട്ടാണ് അടിക്കുന്നത്. ഈ പട്ടികയുടെ വക്ക് വരെ മാത്രം വെച്ചാൽ മതി. ഇത്ര അളവ് മതി. അപ്പോൾ ഇങ്ങനെ അടിയിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അടിയിലേക്ക് വേണ്ട പട്ടികയുടെ അളവ് 45 സെൻറ്റിമീറ്റർ ആണ്.
ഗായ്സ് നോക്കൂ, അങ്ങനെ നമ്മൾ കൂടിൻ്റെ അടിഭാഗത്തുള്ള പട്ടികയും ഇവിടെ അടിച്ചു കഴിഞ്ഞു. അടിഭാഗത്ത് നമുക്ക് ആവശ്യമായി വന്നത് 3 ഇഞ്ചിൻ്റെ 17 പലകയാണ് നമുക്ക് ആവശ്യമായി വന്നത്. അതുപോലെ കൂടിൻ്റെ ബാക്ക് വശത്ത് 3 ഇഞ്ചിൻ്റെ 6 പട്ടികയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. കൂടിൻ്റെ മുൻഭാഗത്ത് സൈഡിൽ വരുന്ന ഈ പട്ടിക കൂടിൻ്റെ അടിവശത്താണ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്തിനാണ് ഇങ്ങനെ അടിയിൽ കൊടുത്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം. അടിവശത്തുള്ള പട്ടികയൊക്കെ അടിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി കൂട് വീണ്ടും ഇങ്ങോട്ട് തന്നെ മറിച്ചിടാം. കൂടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ അടിച്ചിട്ടുള്ള ഈ പട്ടികയൊക്കെ ഇനി ആടി അടിച്ച് ഉറപ്പിക്കണം. ഇപ്പോൾ ഇവിടെ പട്ടിക ഇല്ലാത്തതുകൊണ്ട് കൂടിൻ്റെ ഉള്ളിലുള്ള കോഴിക്കാഷ്ടങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായി ഇതുപോലെ വടിച്ചെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയാണ് ഈ പട്ടിക അടിയിൽ കൊടുത്തിട്ടുള്ളത്. കൂടിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ട് നോക്ക്, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ. അടിപൊളിയായിട്ടാണ് കൂടിൻ്റെ അടിഭാഗം ഉള്ളത്. കൂട് ക്ലീനാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഇതുണ്ടല്ലേ, കൂടിൻ്റെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂട് പാർട്ടിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീതിയുള്ള പലക അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇവിടെ കയറ്റി വെക്കുക. ടൈറ്റായി നിൽക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എത്രയാണോ അളവ് വേണ്ടത് അത്രയും അളവിൽ പട്ടിക കട്ട് ചെയ്ത് ഇവിടെ വെക്കുക. എന്നിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് അണിയടിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അണിയടിക്കുക. അങ്ങനെ ഓരോ പീസും കട്ട് ചെയ്ത് ഇവിടെ ആണിയടിച്ച് ഉറപ്പിക്കുക. അതുപോലെ മുകളിലേക്ക് വെക്കുക. ഇപ്പോൾ കൂടിൻ്റെ പാർട്ടിഷനും കഴിഞ്ഞു. ഇതാ 2 റൂമുണ്ട് കൂടിന്. ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഈ കൂടിൻ്റെ ഡോറിന് വേണ്ടി ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഡോറിൻ്റെ കറക്റ്റ് അളവിൽ പട്ടിക കട്ട് ചെയ്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കാം. ഇവിടെ കൂടിന് നല്ല സ്ലോപ്പ് ഉണ്ട് കേട്ടോ. ആ സ്ലോപ്പ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പട്ടിക വെച്ചാൽ ലെവൽ സ്കെയിൽ വെച്ച് നോക്കി നല്ല സ്ലോപ്പ് ഉണ്ട് കൂടിന്. ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഓടോ ഷീറ്റോ വെക്കാനൊന്നും വേറൊരു സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഷീറ്റോ ഓടോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ വെള്ളം താഴോട്ട് അങ്ങ് പോയിക്കൊള്ളും. വളരെ ചിലവ് കുറഞ്ഞിട്ടുകയും ചെയ്യും. കൂടിൻ്റെ ഡോറിനുള്ള ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിനിവിടെ ഫ്രെയിമിനുള്ള പട്ടിക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നെറ്റ് വെച്ച് അടിക്കാം.
ഇപ്പോൾ കൂടിൻ്റെ ഡോർ അടിപൊളിയായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വിജാവൂരി ഉപയോഗിച്ചുകൊണ്ട് ഇത് കൂടിൻ്റെ മേൽ അപ്ലൈ ചെയ്യണം. ഈ കൂടിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി ഇതുപോലത്തെ അലൂമിനിയം ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 3 അടി നെറ്റ് 5 അടി നീളം. ഈ ഷീറ്റ് ഇവിടെ അടിച്ചാൽ ഡോറ് പൊക്കുന്ന സമയത്ത് ഈ ഷീറ്റ് കുറച്ച് പൊന്തി നിൽക്കും. അപ്പോൾ ഈ ഡോറ് അല്പം കൂടി താഴോട്ട് ഫിറ്റ് ചെയ്താൽ ആ പ്രശ്നം ഉണ്ടാവുകയില്ല. ഞാൻ ഈ ഡോറ് ഈ വക്കിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഷീറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഡോറിൻ്റെ വിജാവൂരി ഈ സൈഡിൽ കൊടുത്താൽ ഈ പ്രശ്നം വരികയില്ല. ഇവിടെ ഞാൻ അല്പം കട്ടി കൂടിയ കാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ വിജാവൂരി കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ മുകളിലേക്ക് വിജാവൂരി കൊടുത്തത്. ഇങ്ങനെ വിജാവൂരി ഇവിടെ കൊടുത്താലും പ്രശ്നമില്ല. ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ മതി. ഈ ഷീറ്റ് ഇതിൻ്റെ മേൽ ഷെൽഫ് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഡോറ് മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഷീറ്റ് ഇതുപോലെ മടക്കി വെച്ച് അല്പം മുന്നോട്ടൊന്ന് നീട്ടി കൊടുത്താൽ ഈ ഭാഗത്തൊന്നും മഴ കൊള്ളുകയില്ല. ഞാൻ തൽക്കാലം ഇത്ര മാത്രമേ ഷീറ്റ് ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊന്നും മഴ കൊള്ളുകയില്ല. പിന്നെ ഇത് വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ചൂടുണ്ടാവും. ആ ചൂടിന് കുറവ് വരാൻ വേണ്ടി ഇതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഓലകളൊക്കെ വെട്ടിയിട്ട് കൊടുത്താൽ ചൂടിന് നല്ല കുറവുണ്ടാവും. ഇതിൻ്റെ മേലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വരുമ്പോൾ ഇത് നനയുകയും ചെയ്യുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.